അറിയേണ്ടത് കുഞ്ഞികൃഷ്ണനെതിരെ ഇന്ന് നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. കുഞ്ഞികൃഷ്ണനെതിരെ ഉറപ്പായും നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പാർട്ടിയുടെ നേതാക്കൾ അത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലൊരു കലാപം നടത്തുന്ന അല്ലെങ്കിൽ പാർട്ടിയെ പൊതു ഇടത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ആൾ എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളും. അതായത് പാർട്ടി നേതൃത്വം പൂർണ്ണമായും കുഞ്ഞികൃഷ്ണനെ തള്ളിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നീക്കങ്ങളും ഇല്ല. മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു സമവായമോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അത് നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും. ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റി അത് റിപ്പോർട്ട് ചെയ്യും. കാരണം സെക്രട്ടേറിയറ്റാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. എന്തായാലും ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് എന്ന കാര്യം ഉറപ്പാണ്. അക്കാര്യം കുഞ്ഞികൃഷ്ണനും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു പരസ്യ കലാപത്തിന് പുറത്ത് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അദ്ദേഹം അക്കാര്യം കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടിയെ തിരുത്താൻ പുറത്തിറങ്ങുന്നത് എന്നത് ഉറപ്പുമാണ്. പക്ഷേ കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയോ എന്നതല്ല. അതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയ്ക്ക് പാർട്ടിയുടെ 2ാമത്തെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നതാണ്. 2024 മാർച്ച് മാസത്തിലാണ് പാർട്ടിയുടെ കണ്ണൂരിലെ ഏറ്റവും യുവ നേതാക്കളിൽ പ്രമുഖനായിരുന്ന മനു തോമസ് പാർട്ടി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് മനു തോമസ് ഉന്നയിച്ചതും അതിഗുരുതരമായ ആരോപണമായിരുന്നു. മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനും നിലവിലെ യുവജന കമ്മീഷൻ ചെയർമാനായിരുന്ന പി ഷാജിറിനുമെതിരെ വളരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സ്വർണ്ണക്കടത്ത് സംഘവുമായി ഷാജിറിന് ബന്ധമുണ്ട് എന്ന ആരോപണം മാത്രമല്ല, ഷാജിർ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ കയ്യിൽ നിന്ന് സ്വർണം പാരിതോഷികമായി വാങ്ങി, പ്രതിഫലമായി വാങ്ങി, അത് വാങ്ങിയത് എങ്ങനെയാണെന്ന് അടക്കം കൃത്യമായി ആരോപണം എന്നൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് മനു പുറത്തേക്ക് ഇറങ്ങുന്നത്. പയ്യന്നൂരുകാരനായ ഒരു സ്വർണ്ണക്കടത്തുകാരൻ ആ സ്വർണം അന്നത്തെ ഡിവൈഎഫ്ഐയുടെ ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ആ സ്വർണം ഷാജിർ കൈപ്പറ്റുകയും ചെയ്തു എന്നാണ്. അത്രമേൽ ഗുരുതരമായ ആരോപണമാണ് അന്ന് മനു തോമസ് പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നത്. പക്ഷേ മനുവിന്റെ പരാതി പാർട്ടി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായും തള്ളിക്കളയുകയും ഒടുവിൽ പാർട്ടി തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടാണ് മനു തോമസ് പാർട്ടി വിട്ടു പോകുന്നത്. നോക്കൂ, 2 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന CPM നേതാക്കളിൽ ഒരാളായ വി കുഞ്ഞികൃഷ്ണൻ കൂടി പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ മനസ്സുകൊണ്ട് പടിയിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. നടപടി ഉണ്ടാകുമെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. മനു തോമസ് സജീവ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം ചില എഴുത്തും അദ്ദേഹത്തിന്റെ ചില ചെറിയ കച്ചവടവും ഒക്കെയായി അദ്ദേഹം നടക്കുകയാണ്. കച്ചവടം മീൻസ് അദ്ദേഹം സ്വന്തമായി അവിടെ ഒരു 1-2 സ്ഥലങ്ങളിൽ ചെറിയ ബേക്കറികൾ നടത്തുന്നുണ്ട്. അത്തരം പരിപാടികളുമൊക്കെയായി അദ്ദേഹം അതുപോലെ കുഞ്ഞികൃഷ്ണന്റെ ഭാവി എന്തായിരിക്കും? മനു തോമസിനെ പോലെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കുഞ്ഞികൃഷ്ണനും എത്തുമോ? കുഞ്ഞികൃഷ്ണൻ ഒരിക്കൽ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അദ്ദേഹം 2022 ഒരു പകുതിയോടുകൂടി അദ്ദേഹം ഈ പാർട്ടി പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു പോയ ആളാണ്. അത് ഈ ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കപ്പെടുകയും ആ ഉന്നയിച്ച ആൾക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്തതിന്റെ അമർഷത്തിലാണ് അദ്ദേഹം ഈ പാർട്ടി വിട്ടു പോകുന്നത്. പാർട്ടി പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായി അവസാനിപ്പിച്ച് അദ്ദേഹം സ്വസ്ഥമായി വീട്ടിലേക്ക് തന്നെ മടങ്ങിയ ആളാണ്. പക്ഷേ 2023 ഫെബ്രുവരിയിൽ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദൻ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ജാഥ, ജനമുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നു. അത് കാസർഗോഡ് നിന്നായിരുന്നു ആ ജാഥ 2023 ഫെബ്രുവരി ആദ്യവാരത്തിൽ ആരംഭിച്ചത്. ആ ജാഥ പക്ഷേ പയ്യന്നൂരിലെത്തുമ്പോഴേക്കും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയ CPM സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു. അങ്ങനെ MV ഗോവിന്ദൻ കുഞ്ഞികൃഷ്ണനെ നേരിട്ട് കാണുകയും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്നും കുഞ്ഞികൃഷ്ണൻ ഒറ്റ കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. അതായത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ, അക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകണം, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം. അന്ന് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് MV ഗോവിന്ദൻ കുഞ്ഞികൃഷ്ണനോട് തിരികെ പാർട്ടിയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്. അതായത് ഈ അന്നത്തെ സമയത്ത് അന്നുണ്ടായിരുന്ന ആ അവസ്ഥയെ ലഘൂകരിക്കുക എന്നത് മാത്രമായിരുന്നു MV ഗോവിന്ദന്റെ ആ ഇടപെടലിലൂടെ നടന്നതെന്ന് വേണം കരുതാൻ. അതായത് MV ഗോവിന്ദന്റെ നേരിട്ടുള്ള ഉറപ്പിന്മേലാണ് കുഞ്ഞികൃഷ്ണൻ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ വരുന്നതും പാർട്ടിയിൽ സജീവമാവുന്നതും. പിന്നാലെ കുഞ്ഞികൃഷ്ണനെ CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ കുഞ്ഞികൃഷ്ണൻ അന്ന് കൊടുത്ത ഒരു വാക്കും ഒരു ഉറപ്പും പാലിക്കപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞികൃഷ്ണൻ അന്ന് ഉന്നയിച്ച ആരോപണങ്ങളായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. കൃത്യമായി കണക്കുകളടക്കം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്. വെറുതെ ഒരു ആരോപണം ആർക്കെങ്കിലും എതിരെ ഉന്നയിക്കുകയല്ല ചെയ്തത്. പയ്യന്നൂരിൽ CV ധനരാജ് എന്ന് പറയുന്ന പയ്യന്നൂരിലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷികളിൽ ഒരാളായ ധനരാജിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ ഫണ്ട് പിരിവ് നടത്തുകയും അതിൽ നിന്ന് 47 ലക്ഷം രൂപ ആ ഫണ്ട് അതിൽ നിന്ന് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റുകയും ചെയ്തു എന്ന അതിഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഒന്നാമതായി ഉന്നയിക്കുന്നത്. മറ്റൊന്ന് CPM-ന്റെ അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് പിരിവ് നടത്തി, ചിട്ടി നടത്തി, മറ്റ് പലതരത്തിലുള്ള പിരിവുകൾ നടത്തി. ആ പിരിവുകളിൽ നിന്ന് ഏതാണ്ട് 1,04,00,000 രൂപ കാണാതായിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം അവിടുത്തെ ബാങ്കിലെ ഭൂമി, റൂറൽ ബാങ്കിന് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണം. റൂറൽ ബാങ്കിന് ആർക്കും വേണ്ടാതെ കിടന്ന ഭൂമി, ഏതാണ്ട് 3 ലക്ഷം രൂപ മാത്രം വിലയുണ്ടായിരുന്ന ഭൂമി, ആ ഭൂമി TI മധുസൂദനൻ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ബന്ധുവിനെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും പിന്നീട് 8 ലക്ഷം രൂപയ്ക്ക് ആ ഭൂമി ബാങ്കിന് വേണ്ടി 75 സെന്റ് സ്ഥലം വാങ്ങിയിടുകയും ആ ഭൂമി ഇപ്പോൾ ഒന്നിനും കൊള്ളാതെ, ഒരു ഉപയോഗത്തിനും കൊള്ളാതെ അവിടെ വെറുതെ കിടക്കുകയും ചെയ്യുകയാണ്. അതിൽ വലിയ സാമ്പത്തിക ഇടപാട് നടന്നു, തട്ടിപ്പ് നടന്നു എന്നാണ് അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു ആരോപണം. ഈ ആരോപണങ്ങളൊക്കെ വളരെ ഗുരുതരമായി തന്നെ പയ്യന്നൂരിലെ പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുന്നുണ്ട്. പക്ഷേ പയ്യന്നൂർ പോലെ ഒരു സ്ഥലത്ത് കുഞ്ഞികൃഷ്ണന് മുദ്രാവാക്യം വിളിക്കാൻ, കുഞ്ഞികൃഷ്ണന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ പാർട്ടിയിലെ ഒരു വലിയ സംഘം ഇറങ്ങിപ്പുറപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചില്ല. കാരണം